ബി.ജെ.പിയിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുന്നു. കേരളത്തിലെ സ്ഥാനാർത്ഥികളെ ഇന്നലെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. വിവരങ്ങളുമായി ജിൽബി ദില്ലിയിൽ നിന്ന് ചേരുന്നു. ജിൽബി, നേരത്തെ തന്നെ 2 ദിവസം മുമ്പ് ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് ദില്ലിയിൽ നിന്ന് കേന്ദ്ര നേതാക്കളടക്കം പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇനിയും തീരുമാനമാകാത്ത സാഹചര്യം കേരളത്തിലും ബി.ജെ.പിയിൽ വലിയ തരത്തിലുള്ള അടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സിജു, ബി.ജെ.പിയിൽ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. അല്ലെങ്കിൽ ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ഉള്ള വിവരം മാത്രമാണ് ലഭിക്കുന്നത്. കാരണം നാളെയും തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്. അതിനാൽ അതിനുശേഷം ആയിരിക്കുമോ പ്രഖ്യാപനം എന്ന കാര്യമാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഏകദേശം ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, അതുപോലെ തന്നെ കേരളം, തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ സീറ്റ് നിർണയത്തിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. അതായത് ഏകദേശം 100-ലധികം സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ നിർണയത്തിൽ തീരുമാനത്തിലെത്തി എന്ന് തന്നെയാണ് ബി.ജെ.പി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായ ഒരു ചർച്ച തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ നടന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി.ജെ.പിയുടെ തന്നെ 70-ലധികം സിറ്റിംഗ് എംപിമാരെ മാറ്റി നിർത്താനുള്ള ഒരു നീക്കമുണ്ട് എന്ന് അറിയുകയും ചെയ്തിരുന്നു. അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? സിജു, അത്തരത്തിലുള്ള ഒരു സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ മുമ്പിലുള്ളത്. കാരണം 70-ലധികം സിറ്റിംഗ് എംപിമാർക്ക് സീറ്റുകൾ ലഭിച്ചേക്കില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ 2 തവണ വിജയിച്ചവരെ മാറ്റി നിർത്താനുള്ള ഒരു നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഈസ്റ്റ് ദില്ലിയിൽ നിന്നുള്ള ഗൗതം ഗംഭീർ, ബി.ജെ.പി എംപിയുടെ ഗൗതം ഗംഭീർ ഇപ്പോൾ ബി.ജെ.പി വിട്ടു അല്ലെങ്കിൽ രാഷ്ട്രീയം വിടുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എക്സിലൂടെ ഇപ്പോൾ ഗൗതം ഗംഭീർ അത് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിൽ താൻ ഇനി മത്സരിക്കാനില്ല, തൻ്റെ ഔദ്യോഗിക ചുമതലകളിൽ നിന്നെല്ലാം തന്നെ ഒഴിവാക്കണം, ക്രിക്കറ്റിൽ കൂടുതൽ കേന്ദ്രീകരിക്കാൻ ആണ് ഈ നീക്കം, അതുകൊണ്ടാണ് രാഷ്ട്രീയം വിടുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഗൗതം ഗംഭീർ അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ എംപിമാർക്ക് സീറ്റുകൾ ലഭിച്ചേക്കില്ല എന്ന സൂചനകൾ വന്നതോടെ ദില്ലിയിൽ 7-ൽ 5 സീറ്റിലും പുതുമുഖങ്ങളെ എത്തിക്കാനുള്ള ഒരു സാധ്യതയാണ് ബി.ജെ.പി നടത്തുന്നത് എന്നുള്ള വിവരങ്ങൾ വന്നതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ സ്വയം തന്നെ ഗൗതം ഗംഭീർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാഷ്ട്രീയം വിടുന്നു അല്ലെങ്കിൽ മത്സരിക്കാനില്ല എന്ന കാര്യമൊക്കെ ഇപ്പോൾ ഗൗതം ഗംഭീർ വ്യക്തമാക്കിയിരിക്കുന്നു. കേരളത്തിൽ ബി.ജെ.പിയുടെ ചില ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് മത്സരിക്കാൻ വരുന്നു എന്ന അർത്ഥത്തിലുള്ള വാർത്തകളൊക്കെ നേരത്തെ പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ സുരേന്ദ്രനും മത്സരരംഗത്തേക്ക് ഉണ്ട് എന്നുള്ള വാർത്തകൾ കൂടി വരികയാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2ഇടത്ത് നിന്ന് സുരേന്ദ്രൻ തോറ്റൊരു സാഹചര്യമുണ്ട്. അതിൻ്റെയൊക്കെ പരിഗണിക്കുമ്പോൾ, ആ സാഹചര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ സുരേന്ദ്രന് ഈ സീറ്റ് നൽകാനുള്ള സാധ്യതയുണ്ടോ? മറ്റേതെങ്കിലുമൊക്കെ പേരുകൾ കേരളത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? സിജു, ഇപ്പോൾ കേരളത്തിൽ പ്രധാനമായിട്ടും കേൾക്കുന്ന പേരുകളെന്ന് പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് തന്നെയാണ് ഇപ്പോഴും മുൻതൂക്കമായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ആറ്റിങ്ങൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അപ്പോഴും ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കാര്യത്തിൽ ഇതുവരെയായിട്ടും ഒരു തീരുമാനമായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കൊല്ലത്ത് നിന്ന് മത്സരിക്കാൻ ഉണ്ടാവും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോഴും അതിലൊരു വ്യക്തത ഇതുവരെയായിട്ടും വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൃശ്ശൂർ സുരേഷ് ഗോപി തന്നെ ആവും എന്ന തരത്തിലുള്ള സാധ്യതകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും കേരളത്തിലെ അടക്കം ഈ A+ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്തായാലും ഈ കേന്ദ്രമന്ത്രിമാർ, പ്രധാനമന്ത്രിയുടെ അടക്കമുള്ള ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരുന്നതോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇപ്പോഴും ആ കാര്യത്തിലെ ചർച്ചകൾ തുടരുന്നു. തീരുമാനം അന്തിമമായിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പട്ടിക നീളുന്നത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും നാളെയും തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ പ്രഖ്യാപനം എന്നുള്ള വിവരങ്ങളുമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നേരത്തെ ജിൽബി പറഞ്ഞത് ഈ ഗൗതം ഗംഭീർ രാഷ്ട്രീയം വിടുന്നു. ഗൗതം ഗംഭീർ ബി.ജെ.പി വിടുകയാണോ അതോ രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കുകയാണോ? ഇതിനേക്കാൾ നല്ലത് ക്രിക്കറ്റ് കളിയാണ്, ബി.ജെ.പിക്കൊപ്പം നിൽക്കുന്നതിനേക്കാൾ നല്ലത് ക്രിക്കറ്റ് കളിക്കുക ആണ് നല്ലതെന്ന് തോന്നിയിട്ടാണോ ഗൗതം ഗംഭീർ ഇപ്പോൾ രാഷ്ട്രീയം ഈ ബി.ജെ.പി വിട്ടിരിക്കുന്നത്? സിജു, ഗൗതം ഗംഭീർ ഇപ്പോൾ എക്സിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അത്തരത്തിലാണ്. അതായത് രാഷ്ട്രീയം വിടുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ഗൗതം ഗംഭീർ നൽകുന്നത്. അതായത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലെങ്കിൽ ആ കാര്യങ്ങളിലേക്ക് താൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എക്സിലൂടെ ഇത്തരത്തിൽ ഗൗതം ഗംഭീർ കുറിച്ചിരിക്കുന്നത്. കാരണം ഇനി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് താൻ പോകുന്നു. അതിനാൽ ഇപ്പോൾ തൻ്റെ ചുമതലകളിൽ നിന്നെല്ലാം തന്നെ ഒഴിവാക്കി തരണമെന്ന് ഇപ്പോൾ ബി.ജെ.പി ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ജിൽബിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഗൗതം ഗംഭീർ ബി.ജെ.പി വിടുന്നു, ക്രിക്കറ്റിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഗൗതം ഗംഭീറിന്റെ തീരുമാനമെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ജിൽബി ദില്ലിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.